എല്ലാവർക്കും റാസിൽ മോൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും മോനും കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒരു പരിപാടി കാണാൻ പോയി. അതായത് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്ക് കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു പരിപാടി നടന്നു. അതിന് ഞാനും മോനും എൻ്റെ കൂട്ടുകാരും കൂടി ഇത് കാണാൻ പോയിരുന്നു. പ്രായമായ അച്ഛൻ അമ്മമാരുടെ പരിപാടികളായിരുന്നു. അതായത് മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാർ അഭയകേന്ദ്രത്തിൽ നിന്നും വന്നു അവരുടെ നല്ല നല്ല പരിപാടികൾ കാണിച്ചു. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി പോയിരുന്നു. അത് അവർ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ പെർഫോമൻസ് അച്ഛനും അമ്മമാരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ അത് കളിക്കുകയും അത് കാണാൻ ഇടയാകുകയും ചെയ്തു. ഈ 10 മാസം ചുമന്ന അമ്മമാരെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റാണെന്നുള്ള ഒരു ഇതുണ്ടായത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിന് പ്രയാസവും, എന്നാൽ ഒരു ഭാഗത്ത് അവരുടെ കളികൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കുകയൊക്കെ ചെയ്യാൻ ഇടയായി. നല്ല രീതിയിലാണ് അവർ ആ വിഷമങ്ങളെല്ലാം മറന്ന് അച്ഛന്മാരും അമ്മമാരും നല്ല രീതിയിൽ തന്നെ അത് പെർഫോമൻസ് കളിച്ചു. അത് കാണാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം അവർ മേക്കപ്പ് ഇടാൻ പോയി. ആ സമയത്ത് എൻ്റെ മോന് ഒരു ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടി. അവനും അത് നല്ല രീതിയിൽ ആഘോഷിച്ചു. അവന് കിട്ടിയ അവസരം അവൻ മുതലാക്കി നല്ല രീതിയിൽ കളിച്ചു. അവൻ സന്തോഷമായിട്ട് സ്റ്റെപ്പുകളൊന്നും മറന്നു പോകാതെ എല്ലാം കളിക്കാൻ ഒരവസരം തന്നു. നമുക്കത് വളരെ ഒരു സന്തോഷമാണ്. കാരണം ഒത്തിരി നാളുകൊണ്ട് മോന് കളിക്കാതെ വീട്ടിലിരുന്ന ഒരാളാണ്. അപ്പോൾ അത് കളിക്കാൻ ആ സ്റ്റെപ്പൊന്നും മറന്നില്ല. നല്ല രീതിയിൽ അവനും അത് കളിച്ചു. ശേഷം വീണ്ടും അച്ഛന്മാരും അമ്മമാരും ചേർന്ന് നല്ല ഡാൻസുകളാണ് കളിച്ചത്. അവരുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. എങ്കിലും കാണുന്ന നമ്മൾക്ക് വളരെ പ്രയാസമാണ്. കാരണം ഈ അച്ഛനമ്മമാരെ ഈ പ്രായമാകുമ്പോൾ മക്കൾ സംരക്ഷിക്കേണ്ടിടത്ത് അവരെ അഭയകേന്ദ്രങ്ങളിൽ പാർപ്പിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ്. ആ കൂട്ടത്തിൽ ഗാന്ധി ഭവൻ്റെ ഒരു മോനുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് മിമിക്രിയൊക്കെ കാണിച്ചു. പല ജീവികളുടെയും ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്തു. അതിനെ കുറച്ച് നേരം അതൊക്കെ കാണാൻ ഇടയായി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മഴയായിരുന്നു. ഉച്ചയായപ്പം നല്ല മഴ തെളിഞ്ഞു, നല്ല രീതിയിൽ വെയിലുമൊക്കെ വന്നു. അങ്ങനെ നല്ല രീതിയിൽ ഈ പരിപാടി നടത്താനും ഒരവസരം ഉണ്ടായി. ഈ പരിപാടി തീരുന്നത് വരെയും നല്ല തെളിച്ചമായിരുന്നു, മഴ ഇല്ലായിരുന്നു. നല്ല രീതി അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഈ പരിപാടി നടക്കുന്ന ഇടയ്ക്കായിരുന്നു ഈ ദീപശിഖ എന്നും പറഞ്ഞൊരു ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബേക്കർ സാഹിബിന് 103.5 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ആ വേദിയിൽ കൊണ്ടുവന്നു. ആ ദീപശിഖ അദ്ദേഹമാണ് കൈമാറിയത്. എല്ലാവരും കൂടി അത് വലിയ ഒരു രീതിയിൽ നടത്തി. അതിൻ്റെ ഫോട്ടോ എടുപ്പും വീഡിയോയും ഒക്കെ മറ്റു രീതിയിലും എല്ലാം ചെയ്തു. ദീപശിഖ കൊണ്ടുവന്നവരെയും ബേക്കർ സാഹിബിനെയും സദസ്സിൽ വെച്ച് ആദരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കുകയുണ്ടായി. ഗാന്ധി ഭവൻ്റെ സോമരാജൻ സാറും ഉണ്ടായിരുന്നു, നമ്മുടെ ചെയർപേഴ്സണും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് ഭയങ്കര മഴ വന്നു. അങ്ങനെ മഴയ്ക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി വെളിയിലിറങ്ങി കൂട്ടുകാരും എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞു. അങ്ങനെ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു.